ഇവിടെ ഉണ്ടായിരുന്ന ബെഡ്റൂമിനെ നമ്മൾ ഡൈനിങ് റൂമിന്റെ ഭാഗമാക്കി മാറ്റി. അപ്പം അതിന്റെ ബാക്കിലായിട്ട് ഇത് മുറ്റമായിരുന്നു. ഈ ഡൈനിങ് റൂമിന്റെ ബാക്കിൽ ഈ സ്ഥലം മുറ്റമായിരുന്നു. ഇവിടെ ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്ന അതിന്റെ ഒരു സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഞാൻ പിന്നീട് പറയാം. അപ്പം ഈ മുറ്റം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ സ്റ്റെയർ കേസ് റൂം ഉണ്ടാക്കി. അപ്പൊ സ്റ്റെയർ കേസ് റൂം ഉണ്ടാക്കിയപ്പോൾ ആ സ്പേസും കൂടി നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഭാഗമാക്കി. നമ്മുടെ ഉള്ളിലത്തെ എയർ റൂം ഈ കാണുന്നത് ഞാൻ നേരത്തെ ഉള്ളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെപ്റ്റി ടാങ്കിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെപ്റ്റി ടാങ്കിന്റെ ഇഷ്യൂ കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബീം നിൽക്കുന്നുണ്ട്. ഈ ബീം അതിന്റെ ഉള്ളിലത്തെ സ്റ്റെയർ റൂമിന്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ബീം മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ വേറെ ബീമുണ്ട്, അവിടെ ബീമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് അവിടെ പണ്ടുണ്ടായിരുന്ന ഒരു സെപ്റ്റി ടാങ്കിന്റെ മുകളിലേക്ക് ലോഡ് വരാതെ നമ്മളെ സ്ട്രക്ചർ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അത് കൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.